ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും കാർഷിക സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചോദ്യം ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ്. നമുക്കൊരു അരമണിക്കൂർ പോലും എടുക്കില്ല ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കാനായിട്ട്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക, എന്നിട്ട് പഠിച്ച് തീർക്കുക കേട്ടോ. ഈ ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച് തീർക്കുക. അപ്പോൾ 1 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം തന്നെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂർ ജില്ലയിൽ. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂര്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് പന്നിയൂർ. അടുത്തത് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട് ജില്ലയിൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട് ജില്ലയിൽ. ഏലം ഗവേഷണ കേന്ദ്രം. ഏലം ഗവേഷണ കേന്ദ്രത്തില് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, ഇടുക്കി ജില്ലയിൽ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി ജില്ലയിൽ. അപ്പോൾ 2 എണ്ണം ഉണ്ട്, അത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക, നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നതാണ്. കേന്ദ്രം ഏല ഗവേഷണ കേന്ദ്രം മയിലാടുംപാറയിലാണ്, ഇടുക്കി ജില്ല. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി ജില്ലയിൽ. അപ്പോൾ രണ്ടും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. സ്ഥലം മാത്രമാണ് മാറ്റമുള്ളൂ, അത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്തത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ ജില്ലയിൽ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ ജില്ലയിൽ. നെല്ല് ഗവേഷണ കേന്ദ്രം. 4 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്, 4ഉം പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് പട്ടാമ്പി, പാലക്കാട് ജില്ലയിൽ. മങ്കൊമ്പ്, ആലപ്പുഴ ജില്ലയിൽ. കായംകുളം, ആലപ്പുഴ ജില്ല. വൈറ്റില, എറണാകുളം ജില്ല. ഈ 4ഉം പഠിച്ചിരിക്കണം, കാരണം പട്ടാമ്പി, മങ്കൊമ്പ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ പട്ടാമ്പി പാലക്കാട് ജില്ലയിൽ, മങ്കൊമ്പ് ആലപ്പുഴ ജില്ലയിൽ, കായംകുളം ആലപ്പുഴ, വൈറ്റില എറണാകുളം. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുട്ലു, കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് പഠിച്ചു പോവുക. പഠിക്കുന്നതിനൊപ്പം തന്നെ ഇതൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. എക്സാം ടൈം ആകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ മറന്നുപോകും. ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, റിവൈസ് ചെയ്യണം. 1 മാർക്ക് ആരും കളയരുത് കേട്ടോ. അടുത്തത് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ. അടുത്തത് വാഴക്കുളം, എറണാകുളം. ഇപ്പം 2 എണ്ണം ഉണ്ട്. വെള്ളാനിക്കര തൃശ്ശൂർ ജില്ലയിൽ, വാഴക്കുളം എറണാകുളം. ഇതിലൊരു കൺഫ്യൂസിങ് ഫാക്ടർ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൈനാപ്പിൾ റിസർച്ച് സെന്റർ ചോദിച്ചാൽ ഉത്തരം വെള്ളാനിക്കര, തൃശ്ശൂർ. പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ ചോദിച്ചാൽ ഉത്തരം വാഴക്കുളം, എറണാകുളം ജില്ലയിൽ. ഓക്കെ, പക്ഷെ മലയാളത്തിൽ ചോദിക്കുമ്പോൾ സെയിം ആണ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ 2ഉം ശരിയുത്തരമാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കി നിങ്ങൾ ശരിയുത്തരം എഴുതുക കേട്ടോ. അടുത്തത് കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, പത്തനംതിട്ട. മേനോൻപാറ, പാലക്കാട് ജില്ലയിൽ. ഓക്കെ, അപ്പോൾ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ 2 എണ്ണം ഉണ്ട്. ഫസ്റ്റത്തെ ഏതാണ്? തിരുവല്ല. തിരുവല്ല എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിൽ. അടുത്തത് മേനോൻപാറ, പാലക്കാട് ജില്ലയിൽ. ഇപ്പം 2ഉം പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. മേനോൻപാറയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? എറണാകുളം ജില്ലയിൽ, ഓടക്കാലി എന്ന സ്ഥലത്താണ്. അടുത്തത് നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം. തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് കട്ടച്ചൽ കുഴിയാണ് നാളികേര ഗവേഷണ കേന്ദ്രം. അടുത്തത് നാളികേര വികസന ബോർഡ്, കൊച്ചി. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്തും നാളികേര വികസന ബോർഡ് കൊച്ചിയിലുമാണ്. മാറിപ്പോരുത് കേട്ടോ, ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക.
അടുത്തതിലേക്ക് പോവാം. തെങ്ങ് ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ ജില്ലയിൽ. അടയ്ക്ക ഗവേഷണ കേന്ദ്രം കായംകുളത്തുമുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്. അടുത്തത് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ. ആദ്യത്തേത് ആനക്കയം മലപ്പുറം ജില്ലയിൽ, രണ്ടാമത്തേത് മാടക്കത്തറ തൃശൂർ ജില്ലയിൽ. അടുത്തത് റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നതും കോട്ടയത്താണ്. അപ്പം അങ്ങനെ വെച്ച് പഠിച്ചു വെച്ചിരിക്കുക. റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോട്ടയം. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. അപ്പൊ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട്. അടുത്തത് അഗ്രോണമിക് റിസർച്ച് കേന്ദ്രം ചാലക്കുടി. അടുത്തത് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കരമന തിരുവനന്തപുരം. ഇപ്പം ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി പറയാൻ പോകുന്നത് പഠിച്ചിരിക്കണം. എന്നാൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും ഇതും കൂടി ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മുഴുവനായിട്ട് പഠിച്ചു പോവുക. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് യൂസ്ഫുൾ ആകും. അടുത്തത് കേന്ദ്ര ജലവിഭവ ഗവേഷണ കേന്ദ്രം കുന്ദമംഗലം കോഴിക്കോട്. കേന്ദ്ര ജലവിഭവ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കുന്ദമംഗലം കോഴിക്കോട്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട് തിരുവനന്തപുരം. വനം ഗവേഷണ കേന്ദ്രം പീച്ചി. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി. കേന്ദ്ര മണ്ണു പരിശോധനാ കേന്ദ്രം പാറാട്ടുകോണം തിരുവനന്തപുരം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. കേന്ദ്ര മണ്ണു പരിശോധനാ കേന്ദ്രം പാറാട്ടുകോണം തിരുവനന്തപുരം. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ പറഞ്ഞു. നമുക്ക് പ്രധാനപ്പെട്ട കാർഷിക സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളും ഒന്ന് പഠിക്കാം. ആദ്യത്തേത് സുഗന്ധഭവൻ പാലാരിവട്ടം. ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് പഠിച്ചു. സുഗന്ധവിളയുടെ ഗവേഷണ കേന്ദ്രം എവിടെയായിരുന്നു? കോഴിക്കോട്. അപ്പൊ മാറിപ്പോരുത്, ഇത് സുഗന്ധഭവനാണ്. എവിടെയാണ്? എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്ത്. അടുത്തത് നബാർഡ് പാളയം. നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമന. മാർക്കറ്റ് ഫെഡ് ഗാന്ധി ഭവൻ കൊച്ചി. നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ പഠിച്ചിരിക്കണം. അടുത്തത് കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വെള്ളയമ്പലം. നബാർഡ് പാളയം തിരുവനന്തപുരം. കേരഫെഡ് തിരുവനന്തപുരം. നമ്മൾ പറഞ്ഞിരുന്നു നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് ബാലരാമപുരം. ഓക്കെ, നാളികേര വികസന ബോർഡ് എവിടെയാണ്? കൊച്ചി. കേരഫെഡ് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്തത് ബി ഫെഡ് പാപ്പനംകോട്. സെറിഫെഡ് പട്ടം തിരുവനന്തപുരം. ബാംബു കോർപ്പറേഷൻ അങ്കമാലി. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതിലേക്ക് വരാം. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് നീണ്ടകര. ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് മാട്ടുപ്പെട്ടി. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി വെള്ളാനിക്കര തൃശൂർ ജില്ലയിലാണ്. മിൽമ തിരുവനന്തപുരത്ത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഗ്മാർ തത്തമംഗലം പാലക്കാട് ജില്ലയിൽ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്